ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മകനെ നഷ്ടമായ അമ്മയോട് പോലീസ് കാണിച്ച ക്രൂരതയ്ക്കെതിരെ കേരള മനസാക്ഷി ഒറ്റക്കെട്ടായി. സംസ്ഥാനമൊട്ടാകെ അലയടിച്ച പ്രതിഷേധ തരംഗങ്ങൾ ജനജീവിതം സ്തംഭിപ്പിച്ചു. പണക്കൊഴുപ്പും സ്വാശ്രയ ഏകാധിപത്യവും തച്ചുടച്ച മകന്റെ വേർപാടിലും നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ അമ്മയുടെ കണ്ണീർ കാണുമോ ഇനിയെങ്കിലും ഭരണകൂടം? ഹർത്താൽ ദിന റിപ്പോർട്ട്. പ്രധാന വാർത്തകൾക്കു ശേഷം. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജിയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് UDF BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ജില്ലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജിയോട് പോലീസ് കാണിച്ച ക്രൂരതയ്ക്കെതിരെ നാടെങ്ങും വ്യാപക പ്രതിഷേധം. മഹിജയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് RMPI. സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കൊപ്പമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P. ജയചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. നീതി തേടിയെത്തിയ ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് UDF BJP നേതൃത്വം ആഹ്വാനം ചെയ്ത ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പൊതുഗതാഗത സംവിധാനത്തെയും ഹർത്താൽ ബാധിച്ചു. ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ പോലീസ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളുമാണ് നിരത്തിലിറങ്ങിയത്. രാവിലെ KSRTC കോൺവോയ് അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയെങ്കിലും തുടർന്ന് സർവീസ് നിർത്തിവച്ചു. ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ മിഠായിത്തെരുവ്, പാളയം, വലിയങ്ങാടി, മാവൂർ റോഡ് എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല. അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രി എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. എയർപോർട്ട് വാഹനങ്ങളെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു. ലാത്തിചാർജിൽ പ്രകാശ് ബാബു അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് ആസ്ഥാനത്തേക്ക് പരാതിയുമായി എത്തിയ ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയ്ക്ക് നേരെയുണ്ടായ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കമ്മീഷൻ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ച് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞുപോയ പ്രവർത്തകർ സംഘടിച്ചെത്തി കമ്മീഷൻ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിന് കാരണമായി. പോലീസ് ലാത്തി വീശി. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബുവിനടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസിന്റെ നെറികേടിനെതിരെ ഹർത്താലിൽ ആഹ്വാനം ചെയ്ത UDF നേതൃത്വം നഗരത്തിൽ പ്രകടനം നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി.
തുറന്നു പ്രവർത്തിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ ഓഫീസുകൾ എന്നിവ പ്രവർത്തകർ അടപ്പിച്ചു. ജിഷ്ണു പ്രണോയിയുടെ അമ്മയെയും കുടുംബത്തെയും ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ നടത്തിയ UDF നേതൃത്വം നഗരത്തിൽ പ്രകടനം നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് DCC പ്രസിഡന്റ് T. സിദ്ദിഖ്, മുൻ പ്രസിഡന്റ് KC അബു, KPCC സെക്രട്ടറി പ്രവീൺ കുമാർ, മുൻ മന്ത്രി P. ശങ്കരൻ, V. കുഞ്ഞാലി, P. കിഷൻചന്ദ്, KV. സുബ്രഹ്മണ്യൻ, PP. നൌഷീർ, PT. ജനാർദ്ദനൻ, CT. സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. LIC ഡിവിഷണൽ ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, PWD കാര്യാലയം എന്നിവിടങ്ങളിലെത്തിയ ജീവനക്കാരെ ഹർത്താൽ അനുകൂലികൾ പുറത്താക്കി. മഹിജയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് RMPI നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. മാവൂർ റോഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കമ്മീഷണർ ഓഫീസിനു സമീപം സമാപിച്ചു. KP പ്രകാശൻ, KK കുഞ്ഞിക്കണാരൻ, സുധീന്ദ്രൻ, K. വിനോദ് കുമാർ, N. രാജീവ് എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാനിൽ വർണ്ണക്കുടകൾ നീർത്തി ആഘോഷരാവിന് വിസ്മയാനുഭൂതികൾ സമ്മാനിച്ച് പുതുവർഷത്തെ വരവേൽക്കാൻ INS വേൾഡ് നിങ്ങളോടൊപ്പം. ഡിജിറ്റൽ പടക്കങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നു. INS വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. വിഷു ആഘോഷത്തിന് വർണ്ണവിസ്മയങ്ങളും ശബ്ദഘോഷങ്ങളും ഒരുക്കാൻ ഡിജിറ്റൽ പടക്കങ്ങളുടെ വൻ ശേഖരം കാഴ്ചവെക്കുന്നു. INS വേൾഡ്. 1000 ഗാർലൻഡ് 265 രൂപയ്ക്ക് ലഭിക്കുന്നു. 56 ജയന്റ് ക്രാക്കേഴ്സ് 390 രൂപയ്ക്കും ലഭിക്കുന്നു. പടക്കങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. INS വേൾഡ്. അനുകരണങ്ങളിൽ വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കൂ. INS വേൾഡ് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം, മറ്റു ബ്രാഞ്ചുകളില്ല. INS വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 ഏപ്രിൽ 1 മുതൽ 20 വരെ വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ. സെൽഫോൺ, ഹോം അപ്ലയൻസ്, ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ, സെറാമിക്, ക്രോക്കറി, ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ്, സ്പോർട്സ് ഗുഡ്സ്, ഹെർബൽ പ്രൊഡക്റ്റ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുമായി വിപുലമായ സ്റ്റാളുകൾ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 എ കൺസ്യൂമർ ഷോപ്പിംഗ് എക്സ്പോ. കോഴിക്കോട് ടൗൺ ഹാൾ റോഡ്, വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ.
വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്ക് ഒപ്പമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P. ജയചന്ദ്രൻ. BJP നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിഷ്ണു പ്രണോയിയുടെ മാതാവിന് നേരെയുണ്ടായ പോലീസ് അക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ നടത്തിയ BJP പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കമ്മീഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P. ജയചന്ദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും ജിഷ്ണുവിന്റെ അമ്മയ്ക്കൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാ സാംസ്കാരിക കേരളം അവർക്കൊപ്പമാണ്, രാഷ്ട്രീയ കേരളം അവർക്കൊപ്പമാണ്. ആ ധീരമായ പ്രഖ്യാപനത്തിനാണ് എല്ലാവരും അറച്ചു നിന്നപ്പോ, എല്ലാവരും മാറി നിന്നപ്പോ ഭാരതീയ ജനതാ പാർട്ടി ആ കുടുംബത്തോടൊപ്പം ചേർന്നു. രക്ഷയില്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ കൂടെ വരേണ്ടി വന്നു. ഇന്ന് കേരളത്തിലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്തേക്ക് കർമ്മോത്സുകതയുടെ പ്രതീകമായി, ജനകീയ പ്രതീക്ഷയായി ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട്. BJP നേതാക്കളായ P. ജിതേന്ദ്രൻ, TV ഉണ്ണികൃഷ്ണൻ, P. പ്രകാശ് ബാബു, KT ബിപിൻ, V. സുരേഷ്, ശ്യാം പ്രസാദ്, സനിൽ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ഓവുചാലിൽ അടിഞ്ഞുകൂടി സിൽക്ക് സ്ട്രീറ്റ് പരിസരം മുഴുവൻ ദുർഗന്ധം വമിക്കുന്നു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് ഈ ദുരിതം. പരാതി നൽകിയിട്ടും കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിന് മുൻപിലുള്ള ഓവുചാലിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കഴിഞ്ഞ 3 വർഷത്തോളമായി പ്രദേശവാസികളും 2000-ഓളം വിദ്യാർത്ഥികളും ദുരിതമനുഭവിക്കുന്നു. കോഴിക്കോട് സെന്റർ മാർക്കറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അറവു മാലിന്യങ്ങളും മത്സ്യം, പച്ചക്കറി, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വൻതോതിൽ അടിഞ്ഞുകൂടുകയാണ് ഇവിടം. സ്ലാബ് പൊട്ടിവീണ് ഓവുചാൽ അടഞ്ഞുകിടക്കുന്നതാണ് ഇത്തരമൊരവസ്ഥയ്ക്ക് കാരണമായത്. അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മേയർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ മേഹുൽ പറയുന്നു. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു മുട്ടിനോളം വെള്ളം ഇവിടെ കെട്ടി നിൽക്കും. അതൊരു 2 ദിവസം ഇവിടെ കെട്ടി നിൽക്കും. കോർപ്പറേഷന്റെ അടുത്തായിട്ടും ആരും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. മഴക്കാലമായാൽ അതിമലിനമായ വെള്ളത്തിലൂടെയാണ് 2000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നത്. തികച്ചും ഭീകരമായ അവസ്ഥയാണിത്. സമീപത്തെ തൊഴിലാളികളും കടയുടമകളും രൂക്ഷമായ ദുർഗന്ധം സഹിച്ചാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവിടെ തൊഴിലിലേർപ്പെടുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് തൊഴിലാളിയായ വിവേകാനന്ദൻ പറയുന്നത് ഇങ്ങനെ. അതോടൊപ്പം ഞാനിവിടെ 8 കൊല്ലമായി ജോലി ചെയ്യുന്നൊരു തൊഴിലാളിയാണ്. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഈ ഏരിയയിൽ. പല ആൾക്കാർക്കും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ട് പല വേസ്റ്റുകളും വന്ന് അടിഞ്ഞുകൂടുകയാണ് ഈ സ്കൂളിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത് തന്നെ മഴ തുടങ്ങാൻ പോവാണ്. സെന്റർ മാർക്കറ്റിൽ നിന്നും കടലിലേക്ക് ഒഴുകുന്ന ഓവുചാലാണ് സ്കൂളിന് മുന്നിൽ തടസ്സപ്പെട്ടു കിടക്കുന്നത്. ഓവുചാലിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഈ ബഡ്ജറ്റിൽ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിലും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രദേശത്തെ കൌൺസിലറോട് നിരന്തരം ആവശ്യം അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. മഴക്കാലത്ത് 2000-ഓളം കുടുംബങ്ങളിലേക്ക് രോഗാണുക്കളെ എത്തിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മുട്ടോളം നിറയുന്ന മലിനജലത്തിൽ തുഴഞ്ഞു പോവേണ്ട അവസ്ഥയിലേക്കു തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ റമോ പീറ്ററിനോടൊപ്പം അരുണിമ, കോഴിക്കോട്. കൊയിലാണ്ടി അണയലയിലെ കണ്ടൽ മ്യൂസിയവും പുഴയോരത്തെ കണ്ടൽ കാടുകളും സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവിടെ വ്യാപകമായ രീതിയിൽ കണ്ടലുകൾ നശിപ്പിക്കുന്നതായും മ്യൂസിയത്തിനായി നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാവുന്നതായും പുഴയിൽ നിന്നും അധികൃതരുടെ ഒത്താശയോടെ മണലെടുപ്പ് നടക്കുന്നതായും പരാതി ഉയരുന്നു. കൊയിലാണ്ടിയിലെ അണയലപ്പുഴ നയനമനോഹരമാണ്. കേരളത്തിൽ കണ്ടുവരുന്ന 18 ഇനം കണ്ടലുകളിൽ 12 ഇനങ്ങളും തഴച്ചു വളരുന്നത് ഈ പുഴയുടെ തീരത്തോട് ചേർന്നാണ്. ഇതിനു ചുറ്റിലും വകുപ്പ് അളന്നു തിട്ടപ്പെടുത്തിയ സ്ഥലങ്ങളിൽ 2000 മുതലേ ജനകീയ ഇടപെടലിലൂടെ സംരക്ഷിച്ചു വരികയാണ്. പ്രധാനമായും കടക്കണ്ടലും വള്ളിക്കണ്ടലും എഴുത്താണിക്കണ്ടലും ചെറിയ ഉപ്പട്ടിയും വലിയ ഉപ്പട്ടിയും ചെറുകണ്ടൽ, ചുള്ളിക്കണ്ടൽ, കണ്ണാമ്പൊട്ടി തുടങ്ങിയവ വിദഗ്ധർ പരിശോധിച്ച് തിരിച്ചറിഞ്ഞവയാണ്. കണ്ടലുകൾ വളരെ സമൃദ്ധമായി വളരുന്ന ഒരു പ്രദേശമാണെന്നും കണ്ടലുകൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണെന്നും 2000-ൽ തിരിച്ചറിഞ്ഞിരുന്നു. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയായ കണ്ടൽ കാടുകൾ ഉഷ്ണമേഖലാ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ
50 കൂടുതൽ കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷിയും കണ്ടൽക്കാടുകളിൽ കണ്ടുവരുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. നഗരസഭ കണ്ടൽ മ്യൂസിയവും കോൺഫറൻസ് ഹാളും റഫറൻസ് മ്യൂസിയവും പ്രദേശത്തെ ഒരു കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപനം നടത്താനുള്ള ശ്രമവും നടത്തിയിരുന്നു. വ്യത്യസ്തയിനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താനും കണ്ടൽ ചെടികളിലെ വേരുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ കണ്ടലുകളെ വെട്ടിനശിപ്പിക്കുകയാണ് ചെയ്തുവരുന്നത്. ഇത്തരം നടപടികൾക്കെതിരെ നഗരസഭയോ റവന്യൂ അധികാരികളോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. മനുഷ്യാവകാശ ലംഘനവും ക്രിമിനൽ പ്രവർത്തനവും നടത്തിയതിന്റെ പേരിൽ DGP ലോക്നാഥ് ബെഹ്റയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്. ഇത്രയും കഴിവുകെട്ട DGP സംസ്ഥാനത്തുണ്ടായിട്ടില്ലെന്നും ടി സിദ്ദിഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലാവ്ലിൻ കേസിൽ രക്ഷപ്പെടുത്താനുള്ള BJPയും CPIഎമ്മും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ബന്ധത്തിന്റെ ഒരു പ്രധാന പ്രോഡക്റ്റാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവും കേരളത്തിലില്ല. ലാവ്ലിൻ പുത്രനായ ബെഹ്റ എന്തു ചെയ്താലും മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്നതിന്റെ തെളിവാണ് ജിഷ്ണു പ്രണോയിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്ത സംഭവം. ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായിയെ രക്ഷിക്കാനുള്ള BJP CPM ശ്രമത്തിന്റെ ഉൽപ്പന്നമാണ് ബെഹ്റ. അദ്ദേഹത്തെ കോഴിക്കോട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. വേട്ടക്കാരനൊപ്പമാണ് സർക്കാർ. പാർട്ടി അനുഭാവികളായ കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ വേറെ ആർക്കു ലഭിക്കും? CPM ജിഷ്ണുവിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ വീട് CPM നിരീക്ഷണത്തിലാണ്. ജിഷ്ണു കേസിൽ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും നേരിട്ടുള്ള സംരക്ഷണത്തിലാണ് പ്രതികൾ. സ്വാശ്രയ സമരം പൊളിക്കാൻ സഹായിച്ചതിന്റെ പാരിതോഷികമാണ് ഈ സംരക്ഷണം. കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ പോലീസ് നേരിട്ടത് മര്യാദയില്ലാതെയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനെ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തു. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകും. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. സമാധാനപരമായി നടന്ന മാർച്ചിനെ സമനില തെറ്റിയവരെ പോലെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. കയ്യേറ്റത്തിനിടെ ബോധക്ഷയമുണ്ടായ പ്രവർത്തകനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. നീതിക്ക് വേണ്ടിയുള്ള അമ്മയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ആർക്കും പരാതിയില്ലാത്ത AK ശശീന്ദ്രൻ സംഭവത്തിൽ മാധ്യമസ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ജിഷ്ണു കേസിലാകട്ടെ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് സിദ്ദിഖ് പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Oh my God, 1/2 കിലോ കൂടി. ഇനി വെയിറ്റോ എനിക്കോ? എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. Oh wow, thank God നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ചാലപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മുംബൈ ചന്ദ്രശേഖര ശർമ്മയാണ് യജ്ഞാചാര്യൻ. സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് നഗരത്തിൽ ചാലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 2300ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. എല്ലാ വർഷത്തെയും പോലെ ഈ കൊല്ലവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് പ്രൗഢോജ്വലമായ ചടങ്ങിൽ തുടക്കമായി. ഏപ്രിൽ 5 മുതൽ 12 വരെയാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൂജകളും പ്രഭാഷണങ്ങളും സഹസ്രനാമജപവും ഉണ്ടാകും.
ഓരോ ദിവസത്തെയും പ്രഭാഷണ ഭാഗത്തെ അധികരിച്ച് ഫലശ്രുതിയും പ്രത്യേക വഴിപാടുകളും നടക്കും. മുംബൈ ചന്ദ്രശേഖര ശർമ്മയാണ് യജ്ഞാചാര്യൻ. പുല്ലൂർമണ്ണ മണിവർണ്ണൻ നമ്പൂതിരി, തലപ്പണ്ണ പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹ യജ്ഞാചാര്യന്മാരാണ്. ആചാര്യനെ പൂർണ്ണ കുംഭത്തോടെ ക്ഷേത്രത്തിൽ വരവേറ്റു. യജ്ഞദീപം തെളിയിക്കലും തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടന്നു. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ 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 ഹരേ. ചടങ്ങുകൾ സാമൂതിരി കെ സി ഉണ്ണിയനുജൻ രാജ ഉദ്ഘാടനം ചെയ്തു. കോട്ടയ്ക്കൽ കോവിലകം മാനേജിംഗ് ട്രസ്റ്റി സി മാനവേന്ദ്ര രാജ, പി വി ചന്ദ്രൻ, പി വി ഗംഗാധരൻ, വി രാമകൃഷ്ണ ഏറാടി, കെ ടി ജനാർദ്ദനൻ, ഡോക്ടർ രമേശ് ബാസി, എം കൃഷ്ണാനന്ദ കമ്മത്ത്, പി വി കൃഷ്ണൻ, പി കെ കൃഷ്ണനുണ്ണി രാജ, എൻ ബാബുസ്വാമി, കെ ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി യോഗം കോഴിക്കോട് ചേർന്നു. കോർപ്പറേഷൻ ഓഫീസിന് സമീപം വിന്റേജ് ഹൌസിൽ നടന്ന യോഗം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുറ്റ്യാനി ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി യോഗം ബീച്ച് കോർപ്പറേഷൻ ഓഫീസിന് സമീപം വിന്റേജ് ഹൌസിൽ ചേർന്നു. മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ നൽകുവാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. രാജ്യത്ത് ജനാധിപത്യ ഐക്യം കാത്തുസൂക്ഷിക്കുവാനും വളർന്നുവരുന്ന ഫാസിസ്റ്റ് നടപടികൾക്കെതിരെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് മലപ്പുറത്തെ വോട്ടർമാരോട് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുറ്റ്യാനി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ശങ്കരനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. പഴയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു രാഷ്ട്രീയ ഭ്രാന്താലയമാണെന്നുള്ള ആ യാഥാർത്ഥ്യം അത് സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരമ്മ സ്വന്തം മകനെ നഷ്ടപ്പെട്ടപ്പോൾ നീതിക്ക് വേണ്ടി പോലീസിനെ സമീപിച്ചപ്പോൾ നീതി ലഭിക്കാതെ പോയ അമ്മയ്ക്ക് നാവിക്ക് നോക്കി പോലീസിന്റെ ചവിട്ടാണ് കിട്ടിയത് എന്നുള്ളതാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. സംസ്ഥാന നേതാക്കളായ എം എം സെയ്ദ്, ഷംസു പൈനിങ്ങൽ, കോയാദീൻ മാസ്റ്റർ, ജേക്കബ് കോട്ടുളി, ഷമീർ ഷെയ്ഖ്, രമേശ് വെസ്റ്റീൽ, ഗണേഷ് സാന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. ചരിത്ര ഗവേഷകനായ ഡോക്ടർ എം എൻ നമ്പൂതിരിയെ അനുസ്മരിച്ചു. അനുസ്മരണ ചടങ്ങിൽ ഡോക്ടർ MGS നാരായണൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. ചരിത്രകാരനും ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാള അധ്യാപകനുമായിരുന്ന ഡോക്ടർ എം എൻ നമ്പൂതിരിയെ അനുസ്മരിച്ച് ശിഷ്യരും സഹപ്രവർത്തകരും. അനുസ്മരണ ചടങ്ങിൽ ഡോക്ടർ MGS നാരായണൻ ഓർമ്മകൾ പങ്കുവച്ചു. തൃപ്പൂണിത്തുറ സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൽ ഡയറക്ടർ ജനറൽ എന്ന പദവിയിലിരിക്കുന്ന കാലത്തെക്കുറിച്ച് MGS പറഞ്ഞു. ഗവേഷണ പ്രബന്ധങ്ങളിൽ വലിയൊരു പങ്കും അദ്ദേഹം കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പാസ്വേഡ് അറിയാത്തതിനാൽ അവ വെളിച്ചം കണ്ടിട്ടില്ലെന്നും MGS പറഞ്ഞു. നമ്പൂതിരി, ഡോക്ടർ നമ്പൂതിരി ഇല്ലാതായി. പക്ഷെ ഇല്ലാതായത് നല്ലതാണെന്ന് വിചാരിക്കുന്നതാണ് ഞാൻ. കാരണം അദ്ദേഹം കഴിഞ്ഞ 3 വർഷമായിട്ട് അനുഭവിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ വയ്യാതായ ഘട്ടത്തിൽ പോലും ഞങ്ങളത് പോയി കാണാൻ ചെന്നപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. എം എൻ നമ്പൂതിരിയുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹത്തോട് ആദരവ് കാട്ടാനുള്ള ഏറ്റവും നല്ല വഴിയെന്നും MN കാരശ്ശേരി പറഞ്ഞു. കോഴിക്കോട്ടെ സ്ഥലനാമങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനത്തെ വിദേശ പണ്ഡിതന്മാർ വരെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൽപ്പറ്റ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലത്തീഫ് പറമ്പിൽ, PK ദയാനന്ദൻ, ഡോക്ടർ പ്രിയദർശൻ ലാൽ എന്നിവർ പ്രസംഗിച്ചു. സ്ഥലനാമ ചരിത്രം ഉൾപ്പെടെയുള്ള MN നമ്പൂതിരിയുടെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാൻ യോഗം തീരുമാനിച്ചു. വള്ളത്തോൾ വിദ്യാപീഠത്തിന്റെ സഹായം പ്രസിദ്ധീകരണത്തിനായി തേടും. ഇക്കാര്യങ്ങൾക്കായി ലത്തീഫ് പറമ്പിൽ കൺവീനറായി സമിതിയും രൂപീകരിച്ചു. ഗുരുവായൂരപ്പൻ കോളേജ് PDC 1977 ബാച്ചിന്റെ കുടുംബസംഗമം നടന്നു. ഗോദീശ്വരം ബീച്ച് റിസോർട്ടിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പൻ കോളേജ് 1977 PDC ബാച്ചിന്റെ കുടുംബസംഗമം ബേപ്പൂർ ഗോദീശ്വരം ബീച്ച് ഗാർഡനിൽ നടന്നു. പ്രേംചന്ദ് അധ്യക്ഷം വഹിച്ച പരിപാടി പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച് പൂർവ്വകാല വിദ്യാർത്ഥി കൂടിയായ ചലച്ചിത്ര താരം ജോയ് മാത്യു സംസാരിച്ചു. എന്നിട്ട് എന്ത് എൻ്റെ അവിടെയുള്ള കുറ്റിമല്ലി ഉണ്ടല്ലോ അതിൻ്റെ തയ്യാൻ കൊണ്ടുപോകാട്ടോ ഇതിന് മുമ്പിൽ പറിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം വേറെ ചെടിയിട്ട് വന്നു. ഇത് മറ്റേ വീട്ടിലാണ്, ഇതുകൂടെ കുറിച്ചിട്ടോ. ഇങ്ങനെയുള്ള വ്യക്തിത്വമൊക്കെയുള്ള അധ്യാപകർ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തം.
ഞാൻ വരുമ്പോഴേക്കും അറിയില്ലായിരുന്നു മാഷോട് ഉണ്ടോന്നുള്ളത്. മാഷ് ഉണ്ടാവണമെന്ന് എൻ്റെ മനസ്സിനെ ആഗ്രഹിച്ചു. കാരണം നിങ്ങളോട് വരണം എന്നുള്ളത് വലിയൊരു വാശി പോലെ തന്നെയായിരുന്നു. കാരണം ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാരുടെ സ്ഥിതി. അപ്പം കുടുംബസംഗമം ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ വയസ്സായി കഴിഞ്ഞു. വയസ്സാവണ്ട അപ്പം മരിക്കണമെങ്കിൽ ഇല്ലേ, പെട്ടെന്നാണ്. സുരേഷ് കുമാർ, ദീദി ദാമോദരൻ, ശശിധരൻ, OP രാജൻ, ആലിക്കോയ എന്നിവർ സംസാരിച്ചു. ശ്രീ ഗോദീശ്വരം ക്ഷേത്ര മഹോത്സവം ഭക്ത്യാദരപൂർവ്വം നടന്നുവരികയാണ്. ഉത്സവനാളിലെ പ്രധാന ചടങ്ങായ ദേവിക്ക് പൊങ്കാല സമർപ്പണത്തിലും ആഘോഷവരവിലും ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഗോദീശ്വരം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മഹോത്സവ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവനാളുകളിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നത്. പ്രശസ്തമായ പൊങ്കാലയിടൽ ചടങ്ങിൽ നിരവധി സ്ത്രീ ഭക്തർ പങ്കാളികളായി. ബേപ്പൂർ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ആഘോഷവരവിന് വാദ്യമേളങ്ങളും താലപ്പൊലിയും മിഴിവേകി. ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളാണ് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. ശ്രാദ്ധം, ബലിതർപ്പണം, അസ്ഥി നിമഞ്ജനം തുടങ്ങിയ പിതൃകർമ്മങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് ഗോദീശ്വരം മഹാക്ഷേത്രം. ഏപ്രിൽ 7 ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ പിഞ്ചുകുട്ടികൾ മുതൽ പടുവൃദ്ധകളെ വരെ മൃഗീയമായി പീഡനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയും പീഡനം തടയാൻ കാലവിളംബം കൂടാതെയുള്ള ബോധവൽക്കരണവും അനിവാര്യമായിരിക്കുകയാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ അഭിപ്രായപ്പെട്ടു. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി നടത്തിയ പീഡനത്തിനെതിരെയുള്ള പ്രതിഷേധം ജ്വാല തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. നേതാക്കളായ KV സുബ്രഹ്മണ്യൻ, MK കണ്ണൻ, CK രാമൻകുട്ടി, K പ്രസാദ്, PP കമല, EP കാർത്തിയായനി, ദേവി, മുരളീധരൻ, KP രാജു, V മാളു എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജിയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് UDF BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ജില്ലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജിയോട് പോലീസ് കാണിച്ച ക്രൂരതയ്ക്കെതിരെ നാടെങ്ങും വ്യാപക പ്രതിഷേധം. മഹിജയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് RMPI. സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കൊപ്പമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P ജയചന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you